ഹലോ, ഐ ആം സാജിയ. ഞാൻ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ബിസിനസ് എൻട്രി സ്ട്രാറ്റജിയിലെ 6ാമത്തെ പോയിൻ്റായ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് മുതൽ എൻട്രി സ്ട്രാറ്റജി അനാലിസിസ് വരെയാണ്. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻവോൾവ്സ് എ കമ്പനി എൻറ്ററിങ് ആൻ ഓവർസീസ് മാർക്കറ്റ് by making a substantial investment in the country. Some of the modes of entry into international business using the foreign direct investment strategy includes mergers and acquisition, joint ventures and greenfield investment. This strategy is viable when the demand or the size of the market or the growth potential of the market in the substantial large to justify the investment. അതായത് ഒരു കമ്പനി ഓവർസീസ് മാർക്കറ്റിലേക്ക് എൻട്രി ചെയ്യുന്നതിനുള്ള ഒരു മെത്തേഡാണ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞത്. നല്ല രീതിയിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടാണ് ഓരോ ബിസിനസ്സും മറ്റൊരു വിദേശ മാർക്കറ്റിലേക്ക് എൻട്രി ചെയ്യുന്നത്. അതിലുള്ള സം ഓഫ് ദ മോഡ്സ് ഓഫ് ഇൻ്റർനാഷണൽ ബിസിനസ് യൂസിങ് ദി ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജിയാണ്. അതിൽ പറയുന്നത് സം ഓഫ് ദി മോഡ്സ് ഇൻ്റർനാഷണൽ ബിസിനസ്സിലേക്ക് എൻട്രി ചെയ്യാനുള്ള സം ഓഫ് ദി മോഡ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജിയിൽ പെടുന്ന മെർജേഴ്സ്, അക്വിസിഷൻ, ജോയിൻറ്റ് വെഞ്ചേഴ്സ് ആൻഡ് ഗ്രീൻഫീൽഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഈ സ്ട്രാറ്റജി കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഡിമാൻഡ് ഓർ ദി സൈസ് ഓഫ് ദി മാർക്കറ്റ് ഓർ ദി ഗ്രോത്ത് ദി പൊട്ടൻഷ്യൽ ഓഫ് ദി മാർക്കറ്റ്, അതായത് മാർക്കറ്റിൻ്റെ സൈസ് ഗ്രോ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ മാർക്കറ്റിൻ്റെ ഗ്രോത്ത് റേറ്റ് കൂട്ടാൻ വേണ്ടിയിട്ടും ആണ് എന്നാണ് പറയുന്നത്. അടുത്ത പോയിൻ്റാണ് ഗ്രീൻഫീൽഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. Greenfield is the establishment of a new business in a foreign country. It is a form of foreign direct investment where a parent company starts a new venture in a foreign country, constructing a new operational facilities, form up in addition to building new. അതായത് ഒരു പുതിയ ബിസിനസ്, അതായത് ഒരു ഫോറിൻ കൺട്രിയിൽ ഒരു പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിനെയാണ് അതായത് ഗ്രീൻഫീൽഡ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൽ പാരൻ്റ് കമ്പനി ഒരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാണ്. അതായത് ഔട്ട്സൈഡ്സിലുള്ള രാജ്യങ്ങളിൽ ഒരു പുതിയ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുക. ആ പുതിയ പ്രൊജക്ട്സ് എന്ന് പറയുമ്പോൾ ഓപ്പറേഷണൽ ഫെസിലിറ്റീസ് ആവാം, അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ടുള്ള പുതിയ ബിൽഡിംഗ് ആവാം. ഇതിനെയാണ് ഗ്രീൻഫീൽഡ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അടുത്തതാണ് അക്വിസിഷൻ. Acquisition involves a merger or acquisition in a foreign country with an existing firm. It's a firm strategy of buying capital, technology, asset and a firm management of various companies to grow quickly in a foreign country. The big example is Cemex, that is the world's third largest cement company. Cemex rise to global status took less than the decade and has been driven primarily by acquisition. It Cemex relies on greenfield. It could not become so large so fast. അതായത് അക്വിസിഷൻ എന്ന് പറയുമ്പോൾ ഒരു എക്സിസ്റ്റിംഗ് ഫേം മറ്റൊരു എക്സിസ്റ്റിംഗ് ഫേമിനെ ബൈ ചെയ്യുന്നതാണ്. കാരണം രണ്ട് കമ്പനികൾ തമ്മിൽ കൂടിച്ചേരുന്നതിനെയാണ് നമ്മൾ അക്വിസിഷൻ എന്ന് പറയുന്നത്. ഈ അക്വിസിഷൻ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഒരു കമ്പനി മറ്റൊരു കമ്പനി ചിലപ്പോൾ അവരുടെ അസറ്റ് ആയിരിക്കാം, ടെക്നോളജി ആയിരിക്കാം, അതുപോലെ തന്നെ അവരുടെ ക്യാപിറ്റൽ അല്ലെങ്കിൽ വേരിയസ് എലമെൻറ്റ്സ്, മാനേജ്മെൻറ്റിൻ്റെ വേരിയസ് എലമെൻറ്റ്സ് ആയിരിക്കാം അവർ ബൈ ചെയ്യുന്നുണ്ടാവുക. അതുകൂടെ ആ ബിസിനസ്സിനെ ഗ്രോ ചെയ്യുന്നതിനെയാണ് അക്വിസിഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ബിഗ് എക്സാമ്പിൾ ആയിട്ട് ഇതിൽ പറയുന്നതാണ് സീമെക്സ്. അതായത് വേൾഡിൽ തന്നെ 3ാമത്തെ പൊസിഷനിൽ നിൽക്കുന്ന സീമെക്സ് ആണ് ഇതിൽ. സീമെക്സ് എന്ന സിമെൻറ്റ് കമ്പനിയാണ് ഇതിൽ ഒരു എക്സാമ്പിളായിട്ട് പറയുന്നത്. അതുപോലെ പ്രോസ് ആൻഡ് കോൺസ് ഓഫ് ഗ്രീൻഫീൽഡ് വെഞ്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഏതൊരു പുതിയതായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോഴും ആ നടത്തുന്ന സ്ഥലത്ത് ആ സൈറ്റിൽ നമുക്ക് ഒരുപാട് ചലഞ്ചസ് നേരിടേണ്ടി വരും. ഒരു ചലഞ്ചും കൂടാതെ അത് മൂവ് ചെയ്യുക എന്നുള്ളത് ഇമ്പോസിബിൾ ആണ്. അതുകൊണ്ട് തന്നെ അതിന് ചില പ്രോസ് ആൻഡ് കോൺസ് ഉണ്ടായിരിക്കും എന്നാണ്. അതായത് ഗ്രീൻഫീൽഡ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു പുതുതായിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ്. ആ പ്രൊജക്റ്റിന് ഉണ്ടാകുന്ന പ്രോസ് ആൻഡ് കോൺസ് ആണ് ഇനി പറയാൻ പോകുന്നത്. പ്രോസിൽ പറഞ്ഞത് ക്യാൻ ബിൽഡ് സബ്സിഡറി ഇറ്റ് വാണ്ട്സ്, ഈസി ടു എസ്റ്റാബ്ലിഷ് ഓപ്പറേറ്റിംഗ് റൊട്ടീൻ, അതായത് പെട്ടെന്ന് തന്നെ അതിൻ്റെ ഓപ്പറേറ്റിംഗ് റൊട്ടീനെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും. ഇറ്റ് വിൽ ഹാവ് ഇറ്റ്സ് ഓൺ ന്യൂ സ്ട്രാറ്റജിക് പ്ലാൻസ് ആൻഡ് ടെക്നിക്കൽ അസറ്റ്. ഇവർക്ക് സ്വന്തമായിട്ടുള്ള പുതിയതായിട്ടുള്ള സ്ട്രാറ്റജീസ് ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ ടെക്നിക്കൽ അസറ്റ്സ് ഉണ്ടായിരിക്കും. സ്ട്രാറ്റജി മേ ബി മെയ്ഡ് ഫോർ എ ബിസിനസ് ഫ്രം ഇറ്റ്
is parent country after some commitment with the host country by keeping in mind the cultural, social aspects and consumer taste and preference. അതായത് അതായത് സ്വന്തമായിട്ട് ഒരു സ്ട്രാറ്റജി അവിടെ എന്തായാലും ഫോം ചെയ്തിട്ടുണ്ടായിരിക്കും. ആ പാരന്റ് കമ്പനിയും അതേപോലെ തന്നെ ഹോസ്റ്റ് കമ്പനിയും തമ്മിലൊരു കമ്മിറ്റ്മെന്റ് ഉണ്ടായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്, അവരുടെ കൺസ്യൂമേഴ്സ്, അവരുടെ സോഷ്യൽ കൾച്ചർ, ഇതിനൊക്കെ അവർ തമ്മിലൊരു കമ്മിറ്റ്മെന്റ് എപ്പോഴും എന്തായിരിക്കും അവർ കീപ്പ് ചെയ്യുന്നുണ്ടാവും എന്നാണ് പറയുന്നത്. ഇനി കോൺസ് ആണ് പറഞ്ഞത്. ഗ്രീൻഫീൽഡ് ഇൻവെസ്റ്റ്മെന്റ് ആകുമ്പോൾ ചിലപ്പോൾ അത് സ്ലോ ടു എസ്റ്റാബ്ലിഷ്, പുതുതായിട്ട് തുടങ്ങുന്ന ഒന്നായിട്ട് അതെന്തായിരിക്കും എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി സ്ലോ ആയിരിക്കും. പിന്നെ റിസ്കി ബിക്കോസ് ദേ ഹാവ് നോ പ്രൂവൺ ട്രാക്ക്. അത് റിസ്കി ആയിരിക്കും ബിക്കോസ് അതിനകത്തൊരു മുമ്പുള്ള ഒരു പരിചയമുള്ള ഒരു ട്രാക്കൊന്നും ഉണ്ടായിരിക്കില്ല. പിന്നെ കോമ്പറ്റീഷൻ വിൽ ബി ഡിഫിക്കൽട്ട് ടു ഓവർകം. കാരണം പുതുതായിട്ട് തുടങ്ങുന്നതുകൊണ്ട് തന്നെ അതിന് ഒരുപാട് കോമ്പറ്റീറ്റൻസ് ഉണ്ടാവും. അത് ചിലപ്പോൾ ഓവർകം ചെയ്യാൻ ഡിഫിക്കൽട്ട് ആയിരിക്കും. പിന്നെ പറയുന്നത് പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി ക്യാൻ മേക്ക് അഡ്വേഴ്സ് എഫക്റ്റ് ഓൺ ഗ്രീൻഫീൽഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി പറയുമ്പോൾ അവിടെ ഉണ്ടായിരിക്കുന്ന പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു ഗ്രീൻഫീൽഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ചിലപ്പോൾ എഫക്റ്റ് ചെയ്യുന്നുണ്ട്, അഡ്വേഴ്സ് ആയിരിക്കും, മോശമായ രീതിയിലായിരിക്കും എഫക്റ്റ് ചെയ്യുന്നുണ്ടാവുക എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് ഗ്രീൻഫീൽഡ് ഇൻവെസ്റ്റ്മെൻറ്റും അതുപോലെ തന്നെ നമ്മുടെ അക്വിസിഷനും തമ്മിലുള്ള ഒരുപാട് അഡ്വാൻറ്റേജും ഉണ്ടായിരിക്കും, ഡിസ്അഡ്വാൻറ്റേജും ഉണ്ടായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടും ഏകദേശം ഒരേ രീതിയിലുള്ള എൻട്രി ഒരു മെത്തേഡാണ്. ആ മെത്തേഡ് ആകുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഏതാണ് ഒരു കമ്പനിക്ക് ചൂസ് ചെയ്യാന്നുള്ള ഡിഫിക്കൽട്ടി ആയിരിക്കും. കാരണം ഇപ്പോൾ പറയുകയാണെങ്കിൽ തന്നെ ഗ്രീൻഫീൽഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അത് പിന്നെ സ്ലോവർ ആയിരിക്കും. കാരണം പുതുതായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യണതുകൊണ്ട് അത് കുറച്ച് സ്ലോ ആയിട്ടാവും പോവുക. പക്ഷെ നേരെ മറിച്ച് അക്വിസിഷൻ ആവുമ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒന്നാണ്, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫേം അവിടെ ഉണ്ടായിരിക്കും, അതിനെയാണ് നമ്മൾ അക്വയർ ചെയ്യുന്നത്. അപ്പോൾ അതിലൂടെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഇത് രണ്ടും ഇപ്പോൾ തന്നെ എന്താണ് തമ്മിലൊരു ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഏത് വേണം ചൂസ് ചെയ്യാന്നുള്ള ഒരു ഡിഫറൻസ് ഉണ്ട്. ആ തമ്മിലുള്ള കൺഫ്യൂഷൻ തീർക്കാൻ വേണ്ടിയിട്ടാണ് ഗ്രീൻഫീൽഡിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് പറയാൻ പോകുന്നത്. ഫേം ദാറ്റ് ഹാവ് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ഓൺ എ ടെക്നിക്കൽ നോ ഹൗ, മാനേജ്മെൻറ്റ് സ്കിൽസ് ആൻഡ് കോർ കോമ്പിറ്റൻസീസ് ആൻഡ് നോ ദി കൾച്ചർ ഓഫ് ദി കൺട്രി ക്യാൻ മേക്ക് ഗ്രീൻഫീൽഡ്. അതായത് ഒരു കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ആണ് ഗ്രീൻഫീൽഡിൻ്റെ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജസ് ആയിട്ടാണ് പറഞ്ഞത്. നമ്മൾ പുതുതായിട്ട് ഒരു ബിസിനസ് തുടങ്ങുകയാണ്. ആ തുടങ്ങുന്ന സമയത്ത് നമ്മൾ അവിടെ അഡോപ്റ്റ് ചെയ്യുക ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജീസ് ആയിരിക്കും. അതേപോലെ തന്നെ മാനേജ്മെൻറ്റിൻ്റെ സ്കിൽസ് ആയിരിക്കും അവിടെ ഉപയോഗിക്കുക. അതുകൊണ്ട് തന്നെ നമുക്ക് കോർ കോമ്പറ്റൻസീസ് ഉണ്ട് എന്നാണ് പറഞ്ഞത്. അതേപോലെ തന്നെ അവിടെ കൾച്ചർ എന്താണ് അതൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്തായിരിക്കും മുന്നോട്ട് പോകുന്നുണ്ടാവുക. അടുത്ത പോയിന്റാണ് പറഞ്ഞത്, when the firm is considering entering the market where there are no potential or existing competitors, then the firm can enter the market in greenfield investment. Although this is slow to establish, but it is a beneficial for the firm because it grows with a low risk and with its own physical, financial, human resources and with a productive employees. കാരണം ഇതിൽ പറഞ്ഞത് നമ്മൾ എപ്പോഴും പുതുതായിട്ടുള്ള ഒരു മെത്തേഡും കാര്യങ്ങളാണ് യൂസ് ചെയ്യുക. അപ്പോൾ ആ എൻട്രി ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തായിരിക്കും അവിടെ കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടായിരിക്കില്ല എന്നാണ്, മാർക്കറ്റിൽ ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. കാരണം ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സ്ലോ ആണെങ്കിൽ കൂടി നമുക്ക് അവിടെ റിസ്ക് കുറവാണ്. കാരണം റിസ്ക് കുറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ആ സമയത്ത് എൻട്രി ചെയ്യുന്ന സമയത്ത് അവിടെ മാർക്കറ്റിൽ കോമ്പറ്റീറ്റേഴ്സ് ഇല്ല. ആ കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ ബെനിഫിഷ്യലായിട്ട് മുന്നോട്ട് പോകാനുള്ള നമ്മുടെ കയ്യിൽ പ്രൊഡക്റ്റീവായിട്ട് എംപ്ലോയീസും അതേപോലെ തന്നെ നല്ല രീതിയിലുള്ള ഹ്യൂമൻ റിസോഴ്സും ഫിസിക്കലും ഫിനാൻഷ്യൽ കണ്ടീഷൻസും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സ്ലോ ആയിട്ടാണെങ്കിൽ തന്നെ റിസ്ക് ഇല്ലാതെ അത് മുന്നോട്ട് പോകാൻ പറ്റും എന്നാണ് ഗ്രീൻഫീൽഡ് ഇൻവെസ്റ്റ്മെൻറ്റിൽ പറയുന്നത്. അത് നെക്സ്റ്റ് പോയിൻ്റാണ്, വെൻ മാർക്കറ്റ്സ് ആർ വെരി മച്ച് or very little competitive greenfield investment, it is the optimal entry mode while for intermediate value its own acquisition. അതായത് കോമ്പറ്റീറ്റീവ്സ് ഒന്നും ഉണ്ടായിരിക്കില്ല എൻട്രി ചെയ്യുന്ന സമയത്ത്. അതേപോലെ തന്നെ അതൊരു ഒപ്റ്റിമൽ എൻട്രി മോഡാണ്. ഇൻ്റർമീഡിയറ്റ്സിൻ്റെ വാല്യൂ ഇറ്റ്സ് അക്വിസിഷൻ. ഇൻ്റർമീഡിയറ്റ്സ് എന്തൊക്കെയാണെന്നൊക്കെ നല്ല രീതിയിൽ നോക്കി നമ്മൾ എൻട്രി ചെയ്യുന്ന ഒരു പുതിയ പ്രൊജക്റ്റ് ആകും ഗ്രീൻഫീൽഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. അതുകൊണ്ട് തന്നെ റിസ്ക് കുറവാണ് എന്നാണ് പറഞ്ഞത്. ഇനി അക്വിസിഷനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. If the firm is seeking to enter the market where there are already established firms and where a global competitor is also interested in establishing a business,
The firm will have to enter in the market. With the exception in this way, a firm can compete with its rivals. അക്വിസിഷനിൽ നമ്മൾ എപ്പോഴും അക്വയർ ചെയ്യുന്ന ഫേം പറഞ്ഞാൽ എക്സിസ്റ്റിംഗ് ഫേമിനെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്കത് പുതുതായിട്ടൊന്നും അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടി വരില്ല. അത് നല്ല രീതിയിൽ എന്തായാലും എക്സിക്യൂട്ട് ചെയ്ത് പോയാൽ മതി. കാരണം അപ്പോൾ ഗ്ലോബലി കോമ്പറ്റീറ്റേഴ്സ് ഓൾസോ ഇൻട്രസ്റ്റഡ് ടു എസ്റ്റാബ്ലിഷ് എ ന്യൂ ബിസിനസ്. വെൽ ഐ എൻ്റർ ടു മാർക്കറ്റ് എക്സെപ്ഷൻ ഇൻ ദിസ് വേ എ ഫേം ക്യാൻ കോമ്പറ്റീറ്റ് വിത്ത് ഇറ്റ്സ് റിവൽസ്. പുതുതായിട്ടുള്ള ഓരോന്ന് അഡോപ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. കാരണം അത് ഫാസ്റ്റായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും എന്നാണ് പറഞ്ഞത്. നെക്സ്റ്റ് പോയിന്റ്, എ ഫേം കുഡ് പ്രിഫർ ടു അക്വിസിഷൻ ഇൻ എ സച്ച് എ കേസ് വെൻ എ ഫോറിൻ ഫേം ഹാസ് എ സ്ട്രാറ്റജിക് അസറ്റ്സ്, ബ്രാൻഡ് ലോയൽറ്റി, കസ്റ്റമർ റിലേഷൻഷിപ്പ്, ട്രേഡ് മാർക്കറ്റ് ഓഫ് പാറ്റേൺ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ആൻഡ് വെൽ പ്രൊഡക്ഷൻ സിസ്റ്റം. അധികം നമ്മളെ ഫേം അക്വയർ ചെയ്യാൻ പറഞ്ഞാൽ നല്ലൊരു നമ്മൾ അക്വിസിഷൻ്റെ സമയത്ത് നമ്മൾ അക്വയർ ചെയ്യാൻ നമ്മൾ ഫേം ആരാണ് ഏറ്റെടുക്കുന്നത് ആ ഫേമിൻ്റെ ലോയൽറ്റിയും ബ്രാൻഡ് നെയിമും ഒക്കെ നമ്മൾ നോക്കിയിട്ടാണ് നമ്മളെ കമ്പനി അവർക്ക് കൊടുക്കുന്നുണ്ടാവുക. ആ കൊടുക്കുന്ന സമയത്ത് അതായത് ഒരു ഫോറിൻ കമ്പനി ആണെന്നുണ്ടെങ്കിൽ നല്ല റെപ്യൂട്ടേഷനും കാര്യങ്ങളുള്ള ഒരു കമ്പനി ആയിരിക്കും. അതുമാത്രമല്ല നല്ലൊരു ടെക്നിക്കൽ നോളേജും അവരുടെ കയ്യിൽ ഉണ്ടായിരിക്കും എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള പ്രൊഡക്ഷൻ സിസ്റ്റം ഒക്കെ ഉണ്ടാക്കാൻ പറ്റും എന്നാണ് പറഞ്ഞത്. മെർജേഴ്സ് ആൻഡ് അക്വിസിഷൻ ആർ ക്വിക്ക് ടു എക്സിക്യൂട്ട് ദെൻ ഗ്രീൻഫീൽഡ് ഈസ് സോ ഫേം പ്രിഫർ ദിസ് സ്ട്രാറ്റജി അക്വയർ ബിസിനസ്. അതായത് ഗ്രീൻഫീൽഡിനേക്കാളും കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത് എന്താണ്, അക്വിസിഷൻ ആണ്. കാരണം അത് പെട്ടെന്ന് തന്നെ നമുക്ക് ക്വിക്കായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും എന്നാണ് പറഞ്ഞത്. അക്വിസിഷൻ ഈസ് ബെറ്റർ വെൻ എ ഫോറിൻ ഫേം ഹാസ് ഹൈ ടെക്നോളജി, ടെക്നിക്കൽ അസറ്റ്സ് ആൻഡ് സ്കിൽഡ് ലേബർ. ഇറ്റ് ഈസ് ബെറ്റർ ടു അക്വയർ ദാറ്റ് എ ബിസിനസ് റാദർ ദാൻ ഗ്രീൻഫീൽഡ്. ഗ്രീൻഫീൽഡിനേക്കാളും ഏറ്റവും നല്ലത് എന്താണ്, അക്വിസിഷൻ ആണ്. കാരണം ബെറ്റർ ആയിട്ടുള്ള ടെക്നോളജിക്കൽ അസറ്റ്സ് ആൻഡ് സ്കിൽഡ് ലേബേഴ്സ് അക്വയർ ചെയ്യാൻ പറ്റുന്ന എന്തിലാണ്, അക്വിസിഷനിലാണ് നമുക്ക് ഏതായാലും നല്ല രീതിയിലുള്ള ലേബേഴ്സും ടെക്നിക്കലും ഒക്കെ അക്വയർ ചെയ്യാൻ പറ്റുക. അതുകൊണ്ട് ഇതിൽ പറഞ്ഞതാണ് ഗ്രീൻഫീൽഡിനേക്കാളും ബെറ്റർ എന്താണ്, അക്വിസിഷൻ ആണ് എന്നാണ് പറയുന്നത്. അടുത്ത ബിസിനസ് സ്ട്രാറ്റജിയിലെ 8ാമത്തെ പോയിന്റാണ് പറയാൻ പോകുന്നത്, സ്ട്രാറ്റജിക് അലയൻസ്. Alliances are different from traditional joint ventures in which two partners contribute a fixed amount of resources and the venture develops on its own. അതായത് ജോയിൻറ്റ് വെഞ്ചേഴ്സിൽ നിന്നും ട്രഡീഷണൽ ആയിട്ടുള്ള ജോയിൻറ്റ് വെഞ്ചേഴ്സിൽ നിന്നും ഡിഫറെൻ്റ് ആണ് എന്ത്, സ്ട്രാറ്റജിക് അലയൻസ് എന്ന് പറഞ്ഞത്. അതിൽ ടു പാർട്ട്നേഴ്സ് തമ്മിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, ഒരു ഫിക്സഡ് എമൗണ്ട് ഓഫ് റിസോഴ്സ് തമ്മിൽ അവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിനെയാണ് സ്ട്രാറ്റജിക് അലയൻസ് എന്ന് പറയുന്നത്. In an alliance, two firms pool their resources directly in a collaboration that goes beyond the limits of a joint ventures. In an alliance, partners bring a particular skill or resources, usually one that is a complementary to each other. By joining forces, both are expected to profit from each other's experience. ഈ സ്ട്രാറ്റജിക് അലയൻസ് എന്ന് പറയുന്നത് രണ്ട് പാർട്ട്നേഴ്സ് തമ്മിൽ കൊളാബറേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു എഗ്രിമെൻ്റാണ്. ആ എഗ്രിമെൻറ്റിൽ അവരുടെ റിസോഴ്സസും അവരുടെ പാസ്റ്റ് എക്സ്പീരിയൻസും വെച്ചിട്ട് നിലവിലുള്ള ആ ജോയിൻറ്റ് വെഞ്ചേഴ്സിൻ്റെ ലിമിറ്റിനേക്കാൾ മാക്സിമം അവർ മുകളിൽ എത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതിനെയാണ് നമ്മൾ സ്ട്രാറ്റജിക് അലയൻസ് എന്ന് പറയാം. കാരണം രണ്ട് തരം ബിസിനസ് ചെയ്തവരാവാം. ആ ബിസിനസ് ചെയ്തപ്പോൾ അവർക്ക് അതിൽ നിന്നൊരു എക്സ്പീരിയൻസ് ഉണ്ടാവും, പാസ്റ്റ് എക്സ്പീരിയൻസ് ഉണ്ടാവും. ആ എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് അതിനൊക്കെ എങ്ങനെ ഓവർകം ചെയ്യാന്നുള്ള രണ്ട് ഫേമുകൾ തമ്മിലുള്ള ഒരു എഗ്രിമെൻറ്റിനെയാണ് നമ്മൾ പറയുക സ്ട്രാറ്റജിക് അലയൻസ് എന്ന് പറയാം. അതിൻ്റെ ഒരു ബിഗ് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് സ്റ്റാർബക്സ് പാർട്ട്നർഡ് വിത്ത് എ ബെർണസ് ആൻഡ് നോബിൾസ് ബുക്ക് സ്റ്റോർ ടു ഓഫർ ഇൻ എ ഹൗസ് കോഫി ഷോപ്സ്. അതുപോലെ തന്നെ ഈ സ്ട്രാറ്റജിക് അലയൻസ് ഇസ് എ ടേം യൂസ്ഡ് ടു ഡിസ്ക്രൈബ് എ വെറൈറ്റി ഓഫ് കോപ്പറേറ്റീവ് എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ഫേംസ്. അതായത് ഡിസ്ക്രൈബ് ചെയ്യുന്ന പറഞ്ഞാൽ വെറൈറ്റി ആയിട്ടുള്ള ഫേം നടത്തിയിട്ടുള്ള രണ്ട് പേഴ്സൺസ് അല്ലെങ്കിൽ രണ്ട് ഫേമുകൾ തമ്മിലൊരു എഗ്രിമെൻ്റ് ആണ് എന്ത്, സ്ട്രാറ്റജിക് അലയൻസ്. ദി മോഡേൺ ഫോം ഓഫ് സ്ട്രാറ്റജിക് അലയൻസ് ഇസ് എ ബിക്കമിങ് ഇൻക്രീസ്ലി പോപ്പുലർ ആൻഡ് ഹാസ് 3 ഡിസ്റ്റിങ്വിഷിംഗ് ക്യാരക്ടറിസ്റ്റിക്സ്. അതായത് പുതുതായിട്ടുള്ള ഈ സ്ട്രാറ്റജിക് അലയൻസിന് ഒരു 3 ഡിസ്റ്റിങ്വിഷിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട് എന്നാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ്, they are usually between firm in a high industrialized nationals. അതായത് ഇവർക്ക്
ഹൈ ഇൻഡസ്ട്രിയലൈസ്ഡ് നാഷൻ, അതായത് നാഷണൽസ് തമ്മിൽ നല്ല രീതിയിലുള്ള ഒരു ഇന്റർനാഷണൽ നാഷണൽസ് തമ്മിലുള്ള നോളജ് ഉണ്ടായിരിക്കും. ദി ഫോക്കസ് ഈസ് ഓഫൺ ഓൺ ക്രിയേറ്റിംഗ് എ ന്യൂ പ്രൊഡക്റ്റ് ആൻഡ് ടെക്നോളജീസ് റാദർ ദാൻ ഡിസ്ട്രിബ്യൂട്ടിംഗ് എക്സിസ്റ്റിംഗ് വൺസും. ഇവർ എപ്പോഴും ഫോക്കസ് ചെയ്യുക എന്തിനായിരിക്കും? പുതുതായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. നിലവിലുള്ള ഒരു എക്സിസ്റ്റിംഗ് വണ്ണിനേക്കാൾ കൂടുതൽ അതായത് പ്രൊഡക്റ്റീവും അട്രാക്റ്റീവുമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റിനെ പ്രൊഡ്യൂസ് ചെയ്യാനായിരിക്കും അവരെപ്പോഴും ശ്രമിക്കുന്നുണ്ടാവുക. പിന്നെ മൂന്നാമത്തെ പറയുന്നത് ദേ ആർ ഓഫൺ ഓൺലി ക്രിയേറ്റഡ് ഫോർ എ ഷോർട്ട് ടേം ഡ്യൂറേഷൻ. അതായത് ഇത് പറഞ്ഞല്ലോ, ഒരു എഗ്രിമെൻ്റ് ആണ്, രണ്ട് ഫേംസ് അല്ലെങ്കിൽ രണ്ട് പാർട്ട്നേഴ്സ് തമ്മിലുള്ള ഒരു എഗ്രിമെൻ്റ് ആണ് എന്ന് പറഞ്ഞു. ആ എഗ്രിമെൻ്റ് പറയുമ്പോൾ ഒരു ഷോർട്ട് ടേം ഡ്യൂറേഷനിലേക്ക് വേണ്ടിയിട്ടുള്ളതായിരിക്കും എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഈ സ്ട്രാറ്റജിക് അലയൻസ്, അതായത് ഈ ഒരു എൻട്രി സ്ട്രാറ്റജിനേക്കാൾ കൂടുതൽ ഒരു കോമ്പറ്റേറ്റീവ് സ്ട്രാറ്റജി ആയിട്ടാണ് ഈ സ്ട്രാറ്റജിക് അലയൻസിനെ കാണുന്നത്. അതായത് ഇത് കൂടുതലും അവർ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുന്നത് അവരുടെ റിസോഴ്സസ്, പ്രൊഡക്ടിവിറ്റി ആൻഡ് പ്രോഫിറ്റബിലിറ്റി. അതായത് അവരുടെ ഓർഗനൈസേഷൻ റിസോഴ്സസ് ഇൻക്രീസ് ചെയ്യുക, അവരുടെ മാക്സിമം പ്രോഫിറ്റ് അവർ എത്തുക, ഇതൊക്കെയാണ് അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അവിടെ അവോയ്ഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. അൺനെസസറി ഫ്രാഗ്മെൻറ്റേഷൻ ഓഫ് റിസോഴ്സസ് ആൻഡ് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് എഫേർട്ട്. അവർക്കുണ്ടാവുന്ന അതായത് എഫേർട്ട് അവോയ്ഡ് ചെയ്യാം, അൺനെസസറി ആയിട്ടുണ്ടാകുന്ന ഫ്രാഗ്മെൻറ്റേഷൻസ്, റിസോഴ്സസ് ആൻഡ് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഇതൊക്കെ അവോയ്ഡ് ചെയ്യുക എന്നതും കൂടിയാണ് ഒരു സ്ട്രാറ്റജിക് അലയൻസിൻ്റെ ലക്ഷ്യം. ടിപ്പിക്കലി അലയൻസ് ഇൻവോൾവ്സ് എയ്തർ ഡിസ്ട്രിബ്യൂഷൻ ഓർ പ്രൊഡക്ഷൻ ഓർ ടെക്നോളജി ബേസ്ഡ്. കൂടുതലായിട്ടും അവർ ഇൻവോൾവ് ചെയ്യുന്നത് ഡിസ്ട്രിബ്യൂഷനും അതേപോലെ തന്നെ പ്രൊഡക്ഷനും, ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷനും പ്രൊഡക്ഷനുമാണ് അവരുടെ ഏറ്റവും മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അടുത്ത് പറയാൻ പോകുന്നതാണ് ഗ്ലോബൽ സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ്. A global strategic partnership is a type of strategic alliance or a partnership with a far-reaching scope. In a global strategic partnership, two or more firms from different countries work as a team. They pool their resources or a skill to provide a better product or services. സ്ട്രാറ്റജിക് അലയൻസ് എന്താണെന്ന് അതേപോലെ പറഞ്ഞു. അതിൽ ഒരു ഭാഗമാണ് ഗ്ലോബൽ സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ്. സ്ട്രാറ്റജിക് അലയൻസിൽ നമ്മൾ രണ്ട് ഫേമുകളാണെന്ന് പറഞ്ഞു. രണ്ട് ഫേമുകൾ തമ്മിലുള്ള ഒരു കൊളാബറേഷനാണ്. അവരുടെ റിസോഴ്സസും ഫിനാൻസും എക്സ്പീരിയൻസും ഒക്കെ വെച്ചുള്ള ഒരു കൊളാബറേഷനാണ്. അവരുടെ മാക്സിമം പ്രോഫിറ്റിലേക്ക് അവരുടെ പാസ്റ്റ് എക്സ്പീരിയൻസ് ഒക്കെ വെച്ചുകൊണ്ട് അച്ചീവ് ചെയ്യാനുള്ളതാണെന്ന് പറഞ്ഞു. ഇനി ഗ്ലോബൽ സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് ആകുമ്പോൾ അതായത് ഡിഫറെൻറ്റ് കൺട്രീസിലെ കമ്പനീസുകൾ തമ്മിൽ ഒരു ടീമായിട്ട് വർക്ക് ചെയ്യണം. ആ വർക്ക് ചെയ്യുന്നതും അതേപോലെ തന്നെ അവർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവരുടെ റിസോഴ്സസും സ്കിൽസും അതേപോലെ തന്നെ സർവീസൊക്കെ പൂൾ ചെയ്തുകൊണ്ട് കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് അവരുടെ മാക്സിമം ഗോളും പ്രോഫിറ്റ് അച്ചീവ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു കൊളാബറേഷൻ തന്നെയാണ് ഗ്ലോബൽ സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയാൻ പോകുന്നതാണ് കമ്പാരിസൺ ബിറ്റ്വീൻ ജോയിൻറ്റ് വെഞ്ചേഴ്സ് ആൻഡ് സ്ട്രാറ്റജിക് അലയൻസ്. ഇത് തമ്മിലുള്ള കമ്പാരിസൺ. അതിൽ ഫസ്റ്റ് ബേസിസ് ഫോർ കമ്പാരിസണിൽ ഫസ്റ്റ് പറഞ്ഞത് മീനിങ്. അപ്പോൾ ജോയിൻറ്റ് വെഞ്ചേഴ്സ് ഈസ് എ ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ സെറ്റപ്പ് ബൈ ടു ഓർ മോർ കമ്പനീസ് ടു ക്യാരി ഔട്ട് ഫിനാൻഷ്യൽ ആക്ടിവിറ്റി. അതായത് രണ്ട് ജോയിൻറ്റ് വെഞ്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഫോം ഓഫ് ബിസിനസ്, അതൊരു ജോയിൻറ്റ് വെഞ്ചേഴ്സ് റെഫേഴ്സ് ടു ഫോം ഓഫ് ബിസിനസ് ആണ്. സെറ്റപ്പ് ബൈ ടു ഓർ മോർ കമ്പനീസ്, രണ്ടോ അതിൽ കൂടുതലോ കമ്പനീസ് തമ്മിലുള്ള ഒരു സെറ്റപ്പാണ്. അതായത് തുടങ്ങുന്നതിനെ ക്യാരി ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്താണ് ജോയിൻറ്റ് വെഞ്ചേഴ്സ് എന്ന് പറയുക. അവരുടെ ഫിനാൻഷ്യൽ ആക്ടിവിറ്റികൾ തമ്മിലാണ് കൊളാബറേറ്റ് ചെയ്യുന്നത്. പക്ഷേ സ്ട്രാറ്റജിക് അലയൻസ് ഈസ് ആൻ എഗ്രിമെൻറ്റ് എയിംസ് ടു ഓർ മോർ എൻറ്റിറ്റീസ് ടു വർക്ക് ജോയിൻ്റ്ലി with one another to increase performance of both the entities. അതായത് സ്ട്രാറ്റജിക് അലയൻസ് എന്ന് പറയുമ്പോൾ ഒന്നോ അതിൽ കൂടുതലോ എൻറ്റിറ്റീസ് തമ്മിലുള്ള ഒരു എഗ്രിമെൻ്റ് ആണ്. ആ എഗ്രിമെൻറ്റിൽ പറയുമ്പോൾ അവർ ജോയിൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാം. ആ വർക്ക് ചെയ്യുന്ന സമയത്ത് അതായത് ഇൻക്രീസ് ഇൻ വൺ അനദർ, ഒന്നിനെ നല്ല രീതിയിൽ ബാധിക്കുമ്പോൾ അതുപോലെ തന്നെ മറ്റുള്ളതിനെയും ബാധിക്കും. അതായത് ആ ഒരു കമ്പനിയുടെ പെർഫോമൻസ് ഹൈ ആകുമ്പോൾ അതേപോലെ തന്നെ മറ്റുള്ള കമ്പനിയുടെ പെർഫോമൻസ് ഹൈ ആക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഇൻഡിപെൻഡൻറ്റ് ഓർഗനൈസേഷൻ. The entities which come together in a joint ventures do not continue to operate as a independent companies.
ഇതിൽ രണ്ട് കമ്പനികളും തമ്മിൽ കൂടിച്ചേരുമ്പോൾ അവർ പിന്നെ വർക്ക് ചെയ്യുന്നത് ഒന്നായിട്ടാണ്, അത് ജോയിൻ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷെ അവർക്ക് ആ സമയത്ത് അവിടെ എന്ത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് രണ്ട് കമ്പനി ആയിട്ട് എന്താ വർക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നേരെ മറിച്ച് സ്ട്രാറ്റജിക് അലയൻസ് ആകുമ്പോൾ അവരൊരു കൊളാബറേഷൻ ആണ്. പക്ഷെ എന്ന് വെച്ചിട്ടുണ്ടല്ലോ അവരുടെ ഓപ്പറേഷൻസ് ഒക്കെ നടക്കുന്നത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ്, ഡിപെൻഡൻ്റ് ആയിട്ട് അല്ല എന്നാണ് പറയുന്നത്. അടുത്തതാണ് കോൺട്രാക്റ്റ്. കോൺട്രാക്റ്റിൻ്റെ കേസിൽ ഇൻ എ ജോയിൻറ്റ് വെഞ്ചർ ദർ ഈസ് എ നീഡ് ഓഫ് കോൺട്രാക്ട്, സോ കോൺട്രാക്ട് എക്സിസ്റ്റ് ഇൻ എ ജോയിൻറ്റ് വെഞ്ചേഴ്സ്. അതായത് കോൺട്രാക്റ്റിൻ്റെ ആവശ്യം ജോയിൻറ്റ് വെഞ്ചേഴ്സിലുണ്ട്, അത് അതിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അടുത്തതിൽ ഇൻ എ സ്ട്രാറ്റജിക് അലയൻസ് ദർ മേ ഓർ മേ നോട്ട് ബി എ കോൺട്രാക്ട്. അടുത്തതാണ് അതിൽ ഒബ്ജക്റ്റീവ്. ഒബ്ജക്റ്റീവിൽ പറഞ്ഞത് ടു മിറ്റിഗേറ്റ് ദി റിസ്കിൻ്റെ ലിമിറ്റേഷൻസ് ഉണ്ട് എന്നാണ് പറഞ്ഞത്. മറ്റേൽ പറഞ്ഞത് ടു മാക്സിമൈസ് ദ റിവാർഡ് എന്നാണ് പറഞ്ഞത്, അവരുടെ റിവാർഡ് മാക്സിമൈസ് ചെയ്യാന്നാണ് പറഞ്ഞത്. അടുത്തതിൽ പറഞ്ഞതാണ് മാനേജ്മെൻറ്റ് ബയലാറ്ററൽ ആണ്, അതായത് ബയലാറ്ററൽ ഫോം ഓഫ് മാനേജ്മെൻറ്റ്, രണ്ട് മാനേജ്മെൻറ്റ് ഉണ്ടായിരിക്കും എന്നാണ് പറഞ്ഞത്. മറ്റേൽ ഡെലിഗേറ്റഡ് മാനേജ്മെൻറ്റ് എക്സിസ്റ്റ്, അതിൽ മാനേജ്മെൻ്റ് ഒന്നും എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞ ടോപ്പിക്ക് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണെന്ന് പറഞ്ഞു, അതുപോലെ തന്നെ ഗ്രീൻഫീൽഡ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണെന്ന് പറഞ്ഞു, അതിൽ വരുന്ന അക്വിസിഷൻ എന്താണെന്ന് പറഞ്ഞു, അതുപോലെ തന്നെ അക്വിസിഷനും ഗ്രീൻഫീൽഡും ഡിഫറൻസ് പറഞ്ഞു, അവർ തമ്മിൽ നേരിടുന്ന പോർട്സ് ആൻഡ് കോൺസ് പറഞ്ഞു, പിന്നെ എട്ടാമത്തെ മെയിൻ പോയിന്റ് ആയിട്ടുള്ള സ്ട്രാറ്റജിക് അലയൻസ് പറഞ്ഞു, അതിനുശേഷം നമ്മൾ ഗ്ലോബൽ സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് പറഞ്ഞു, പിന്നെ ജോയിൻറ്റ് വെഞ്ചേഴ്സും അതുപോലെ തന്നെ സ്ട്രാറ്റജിക് അലയൻസും തമ്മിലുള്ള കമ്പാരിസണും പറഞ്ഞു. ഇനി നെക്സ്റ്റ് പറയാൻ പോകുന്ന ടോപ്പിക്കാണ് റീസൺസ് ഫോർ സ്ട്രാറ്റജിക് ഗ്ലോബൽ ബിസിനസ് അലയൻസ്. കമ്പനീസ് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്ട്രാറ്റജിക് ഗ്ലോബൽ ബിസിനസ് അലയൻസ് ഫോം ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിസൈഡ് ചെയ്യുന്നത്? അതിന് ഒരുപാട് റീസൺസ് ഉണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റീസൺസ് ആണ് പറഞ്ഞത്, 6 ഇതിൽ പറയുന്നുണ്ട്. ഫസ്റ്റ് വണ്ണാണ് എക്കണോമീസ് ഓഫ് സ്കെയിൽ, രണ്ടാമത്തെ എൻഹാൻസിങ് കോമ്പറ്റീറ്റീവ്നെസ്, മൂന്നാമത്തെ ഡിവൈഡിങ് ഗ്ലോബൽ ബിസിനസ് റിസ്ക്, നാലാമത്തെ സെറ്റിംഗ് ന്യൂ സ്റ്റാൻഡേർഡ്സ്, 5 എൻറ്ററിങ് ന്യൂ ഫോറിൻ മാർക്കറ്റ്സ്, ആറാമത്തേണ് ഓവർകമ്മിങ് കോമ്പറ്റീഷൻ. അതിൽ ഫസ്റ്റ് വണ്ണായ എക്കണോമിക്സ് ഓഫ് സ്കെയിൽ ആണ് പറഞ്ഞത്. പാർട്ട്ണർഷിപ്പ് ക്യാൻ ജനറേറ്റ് എക്കണോമിക്സ് ഓഫ് സ്കെയിൽ ദാറ്റ് വിൽ എനേബിൾ ദി പാർട്ടിസിപ്പേറ്റിംഗ് കമ്പനീസ് ടു മാർഷൽ a broad set of resources and achieve the critical mass needed for international success. Companies with complementary skills can rely on each other's proven expertise instead of spending time and resources to independently develop what has already been achieved. അതായത് ഒരു എക്സ്പെർട്ടൈസിനെ വെച്ചുകൊണ്ട് നമ്മുടെ ഓർഗനൈസേഷനിലുള്ള ഇതുവരെ ഇൻസ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്ന് അനലൈസ് ചെയ്തിട്ട് നമ്മൾ എന്താണ് ഓൾറെഡി ഇവിടെ അച്ചീവ് ചെയ്തത് എന്ന് മനസ്സിലാക്കിയിട്ട് ഇനി എവിടേക്കാണ് നമ്മൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യേണ്ടത്, കൂടുതൽ റിസോഴ്സസ് ഉപയോഗിക്കേണ്ടത് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് ഒരു നമ്മുടെ ഇൻ്റർനാഷണൽ സക്സസ് നേടാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞതിനാണ് എക്കണോമിക് സ്കെയിൽ. അതായത് എക്കണോമിക് സ്കെയിലിൽ നമ്മൾക്ക് ഓൾറെഡി ഉള്ള ഒരു റേഞ്ച് ഉണ്ടാവും, ഏത് സമ്പദ് വ്യവസ്ഥയിൽ നമ്മുടെ പൊസിഷൻ ഉണ്ടാവും. ആ പൊസിഷൻ എങ്ങനെ ഇനി എനേബിൾ, അതായത് നല്ല രീതിയിൽ മാറ്റണം എന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതിനെയാണ് പാർട്ട്ണർഷിപ്പ്. ആ പാർട്ട്ണർഷിപ്പ് ഫോമിൽ കൂടെ വന്നിട്ട് നമ്മൾ അച്ചീവ് ചെയ്യാൻ പറ്റുക. അങ്ങനെ അച്ചീവ് ചെയ്യുമ്പോൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റാത്ത ചില ക്രിട്ടിക്കൽ നീഡ്സ് ഉണ്ടാവും. അതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് എങ്ങനെയാണ് നമ്മൾ ഇൻ്റർനാഷണൽ ബിസിനസ്സിൽ സക്സസ് ആവുക എന്നതിന് വേണ്ടിയിട്ട് കൂടുതലായിട്ടും എക്സ്പെർട്ടൈസിനൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മുടെ ഇനി എവിടേക്കാണ് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യേണ്ടത്, ഏതൊക്കെ റിസോഴ്സസ് ആണ് യൂസ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും, ഇതിനൊക്കെ നോക്കിയിട്ട് ചെയ്യുന്നതിനെയാണ് എക്കണോമിക്സ് ഓഫ് സ്കെയിൽ എന്ന് പറഞ്ഞത്. അടുത്തതാണ് എൻഹാൻസിങ് കോമ്പറ്റീറ്റീവ്നെസ്. മെനി ഇൻ്റർനാഷണൽ ട്രേഡ് പ്രൊജക്ട്സ് റിക്വയർ എക്സ്പെർട്ടൈസ് ഫ്രം ഡിഫറെൻറ്റ് ഫീൽഡ്സ്. Traditionally, companies have tried to develop or maintain all the required skills in a house. However, as a technological as a administrative complexity increases, companies are learning that they cannot do everything by themselves. As a result, the most competitive corporations are adopting a strategy
ഓഫ് മെയിൻറ്റെയിനിങ് ദെയർ കോമ്പറ്റീറ്റീവ്നെസ് ഓൺലി. ഇതിൽ പറഞ്ഞത് എല്ലാ അതായത് കമ്പനീസും ഇൻ്റർനാഷണൽ ബിസിനസ്സിലെ എല്ലാ കമ്പനീസും ഒരു എക്സ്പെർട്ടൈസിനെ യൂസ് ചെയ്യുന്നുണ്ട്. അവരുടെ ഡിഫറെൻറ്റ് ഫീൽഡ്സിൽ അവരെന്തും എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി അവർ എക്സ്പെർട്ടൈസിനെ യൂസ് ചെയ്യുന്നുണ്ട്. ട്രഡീഷണൽ കമ്പനീസ് ഹാവ് ട്രൈ ടു ഡെവലപ്പ് ഓർ മെയിൻറ്റെയിൻ ഓൾ ദി റിക്വയർഡ് സ്കിൽസ് ഇൻ എ ഹൗസ്. നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഉള്ളിലും എന്തായിരിക്കും ഒരു ട്രഡീഷണൽ അതായത് ഒരു സ്കിൽസ് നമ്മളെപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവും. എന്നിരുന്നാലും നമ്മുടെ ടെക്നോളജീസും അഡ്മിനിസ്ട്രേഷനും എല്ലാം എന്തായിരിക്കും ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കണം. ഡേ ടു ഡേ അതിലിങ്ങനെ ചേഞ്ച് വന്നുകൊണ്ടിരിക്കണം. അപ്പോൾ എങ്ങനെയാണ് മറ്റുള്ള കമ്പനീസ് ഇതൊക്കെ ഓവർകം ചെയ്യുന്നത്? ഏത് കോമ്പറ്റീറ്റീവ് സ്ട്രാറ്റജിയാണ് യൂസ് ചെയ്യുന്നത്? എങ്ങനെയാണ് അവർ കോർ കോമ്പറ്റൻസീസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഇതൊക്കെ നോക്കിയിട്ട് അതിനുള്ള നല്ലൊരു എൻഹാൻസിങ് കോമ്പറ്റൻസി നമുക്ക് കോമ്പറ്റീറ്റീവ്സ് എങ്ങനെയാണെന്ന് എൻഹാൻസ് ചെയ്യുന്നതിനെയാണ് ഇതിൽ പറഞ്ഞത്. അതിന് നമ്മൾ ചെയ്യേണ്ടത് നമുക്കൊരു എക്സ്പെർട്ടൈസിനെ എല്ലാ ഫീൽഡിലും റിക്വയർ ചെയ്യാം. അതേപോലെ തന്നെ നമ്മുടെ ഓൾറെഡി ഉള്ള സ്കിൽസും അതേപോലെ തന്നെ നമ്മുടെ റിക്വയർഡ് ആയിട്ടുള്ള സ്കിൽസും ടെക്നോളജീസും ഒക്കെ അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാം. കൂടുതലായിട്ട് ടെക്നോളജീസ് നമ്മൾ അപ്ഡേറ്റ് ആയിട്ട് അഡോപ്റ്റ് ചെയ്യാം. അതിനെയാണ് എൻഹാൻസിങ് കോമ്പറ്റീറ്റീവ്നെസ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ വണ്ണാണ് ഡിവൈഡിങ് ഗ്ലോബൽ ബിസിനസ് റിസ്ക്. റിസ്ക് ഷെയറിംഗ് ത്രൂ പാർട്ട്ണറിംഗ് ഈസ് എ മോസ്റ്റ് ഓഫൺ സീൻ ഇൻ എ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഏരിയാസ്. Research and development costs are always increasing. The speed of innovation means that a product rapidly becomes outdated, and the risk of investing in developing new products are high. അതായത് ഡിവൈഡിങ് ഗ്ലോബൽ ബിസിനസ് റിസ്ക് എന്ന് പറയുന്നത് തന്നെ ഒരു റിസ്ക് ഉള്ള കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റൊക്കെ പെട്ടെന്നാണ് ഔട്ട്ഡേറ്റഡ് ആയി പോകുന്നത്. കാരണം എന്താണ്, നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഇറക്കി, ആ പ്രൊഡക്റ്റ് ഇറക്കിയിട്ട് അതിൻ്റെ നല്ലൊരു ഫീച്ചേഴ്സ് ഒരുപാട് മോഡിഫൈ ചെയ്തൊരു പ്രൊഡക്റ്റ് അപ്പം തന്നെ എന്താണ് വേറൊരു കമ്പനി ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് അവിടെ നിന്ന് ഔട്ട്ഡേറ്റഡ് ആയിട്ട് മാറുകയാണ്. ആ ഔട്ട്ഡേറ്റഡ് ആയിട്ട് മാറുകയാണെങ്കിൽ നമ്മൾ പുതിയ പുതിയ പ്രൊഡക്റ്റാണ് എപ്പോഴും മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ കൺസ്യൂമേഴ്സിന് എന്തായിരിക്കണം ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് അവരുടെ വാണ്ട്സ് ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടാവണം. ആ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ കോസ്റ്റ് എവിടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിൽ കൊടുക്കണം. അവിടെ ഉണ്ടാവുന്ന റിസ്ക്കും അതേപോലെ തന്നെ നമുക്കൊന്ന് ഷെയർ ചെയ്യാൻ പറ്റില്ല. ഗ്ലോബൽ ബിസിനസ് റിസ്ക് ആണ് എന്നാണ് പറഞ്ഞത്. കാരണം എപ്പോഴും നമ്മുടെ ന്യൂ പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് നല്ലൊരു കോസ്റ്റ് എന്തെങ്കിലും റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഏരിയാസിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അടുത്ത പോയിൻ്റാണ് സെറ്റിംഗ് ന്യൂ സ്റ്റാൻഡേർഡ്. The development of a new technologies create entirely new market opportunities. The first company to create a new technology might set the standard of this industry simply because it is the first. However, several competitors might develop a similar technologies at about the same time. It is very difficult to predict whose technology will set the standard for the industry. So trying to be the first into the market with a new technology can be very risky. അതായത് നമ്മൾ എപ്പോഴും പുതുതായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ആയിരിക്കും മാർക്കറ്റിൽ എൻട്രി ചെയ്യുന്നുണ്ടാവുക. എൻട്രി ചെയ്യുന്ന സമയത്ത് നമ്മുടേതായിരിക്കും അതിൽ ഏറ്റവും ഫസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ്. ആ മെത്തേഡ് നമ്മൾ ഇറക്കിയതിന് ശേഷം നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് എന്തായിരിക്കും അതേപോലത്തെ സെയിം ടൈമിൽ അതിൽ ചേഞ്ചസ് വരുത്തിയിട്ട് പുതിയൊരു ടെക്നോളജി അവിടെ സ്റ്റാൻഡേർഡ് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ആ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടേത് എന്തായിരിക്കും ഔട്ട്ഡേറ്റഡ് ആയിട്ട് മാറുകയാണ്. അപ്പോൾ ആ ഇൻഡസ്ട്രിയിൽ ഏത് ടെക്നോളജി ആണോ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് നമുക്കവിടെ കൺഫ്യൂഷൻ ഉണ്ടാവും. It is very difficult to predict whose technology will be set the standard for the industry. So trying to the first into the market with a new technology can be very risky. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആയിട്ട് ഒരു പുതിയ ടെക്നോളജി ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞത് തന്നെ ഒരു റിസ്ക് ആയിട്ടുള്ള കാര്യമാണെന്നാണ് പറഞ്ഞത്. അതായത് 5 പോയിൻ്റായിട്ട് പറഞ്ഞത് entering new foreign markets. Strategic global business alliance are effective ways of entering new foreign market. Partners can provide established marketing and distributing system as well as a knowledge of the market they serve, ensuring that products get to market faster and are more likely to be purchased. അതായത് സ്ട്രാറ്റജിക് ഗ്ലോബൽ ബിസിനസ് അലയൻസ് എന്ന് പറയുന്നത് നമ്മൾ ഫോറിൻ മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യാൻ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു വേ ആണ്.
അതുപോലെ പാർട്ട്നേഴ്സ് ക്യാൻ പ്രൊവൈഡ് എസ്റ്റാബ്ലിഷ് മാർക്കറ്റിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. നമ്മുടെ പാർട്ട്നേഴ്സ് നമുക്ക് നല്ല രീതിയിലുള്ള ഒരു മാർക്കറ്റിങ്ങും അതേപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഉണ്ടായിരിക്കും. ആസ് വെൽ ആസ് നോളജ് ഓഫ് ദി മാർക്കറ്റിനെ കുറിച്ച് നല്ല നോളേജും എൻഷുറിങ് ദി മാർക്കറ്റ്, അതായത് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് മാർക്കറ്റിൽ നല്ല രീതിയിൽ മൂവ് ചെയ്യുന്നു, അത് കൺസ്യൂമേഴ്സ് വാങ്ങും എന്നൊരു ഉറപ്പും കൂടി അവിടെ എൻഷുർ ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അതേപോലെ തന്നെ ഓവർകമ്മിങ് കോമ്പറ്റീഷൻസ്. കമ്പനീസ് ഓഫൺ കോപ്പറേറ്റ് ഇൻ എ മാർക്കറ്റിംഗ് ഓർ ഡിസ്ട്രിബ്യൂഷൻ ഓവർകം കോമ്പറ്റീഷൻ. നമുക്ക് കോപ്പറേഷനിൽ ഉണ്ടാവുന്ന കോമ്പറ്റീഷൻസ് ഓവർകം ചെയ്യാൻ പറ്റണം. അതിനുവേണ്ടി നമ്മൾ നല്ല രീതിയിലുള്ള ഫോമിങ് ആൻഡ് അലയൻസ് വിത്ത് എസ്റ്റാബ്ലിഷ്ഡ്, നല്ല രീതിയിലുള്ള ഒരു അലയൻസ് ഫോം ചെയ്യുകയും എസ്റ്റാബ്ലിഷ് ചെയ്യുകയും വേണം. മേജർ കമ്പനി ക്യാൻ റെഡ്യൂസ് ദി ഇൻഫ്ലുവൻസ് ഓഫ് അതർ കമ്പനീസ്. മേജറായിട്ട് നമ്മൾ അതവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതർ കമ്പനീസിൻ്റെ നമുക്ക് ഉണ്ടാവുന്ന ഇൻഫ്ലുവൻസ് അവിടെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് എന്നാണ് പറഞ്ഞത്. റീസൺസ് ഫോർ സ്ട്രാറ്റജിക് ഗ്ലോബൽ അലയൻസിൽ 6 പോയിൻ്റാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് വൺ ആണ് എക്കണോമിക്സ് ഓഫ് സ്കെയിൽ, എൻഹാൻസിങ് കോമ്പറ്റീറ്റീവ്നെസ്, ഡിവൈഡിങ് ഗ്ലോബൽ ബിസിനസ് റിസ്ക്, സെറ്റിംഗ് ന്യൂ സ്റ്റാൻഡേർഡ്സ്, എൻ്ററിങ് ന്യൂ ഫോറിൻ മാർക്കറ്റ്സ്, ഓവർകമ്മിങ് കോമ്പറ്റീഷൻസ്. അടുത്ത് പറയാൻ പോകുന്ന ടോപ്പിക്കാണ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഡിസിഷൻ ഓഫ് എൻട്രി മോഡ്സ്. ഇതിൽ പറഞ്ഞത് നമ്മളൊരു എൻട്രി മോഡ് ചോയ്സ് ചെയ്യുന്ന സമയത്ത് എന്തുകൊണ്ടാണ് നമുക്കത് ആ എൻട്രി മോഡ് എടുക്കാനുള്ള കാരണം, അതിന് ചില ഫാക്ടേഴ്സ് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോൾ അത് ഇന്റേണൽ ആവാം ഓർ എക്സ്റ്റേണൽ ആവാം. അത്തരത്തിലുള്ളൊരു 5 പോയിൻ്റാണ് ഇവിടെ പറഞ്ഞത്. ഫസ്റ്റ് വൺ ആണ് കമ്പനി സൈസ് ആൻഡ് റിസോഴ്സസ്, റിസ്ക് ആറ്റിറ്റ്യൂഡ് ഓഫ് മാനേജ്മെൻറ്റ്, ഹോം കൺട്രി ഫാക്ടേഴ്സ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി ഫോറിൻ നാഷൻസ്, ബിസിനസ് എൻവയോൺമെൻറ്റ്, മാർക്കറ്റ് ഗ്രോത്ത് റേറ്റ് ആൻഡ് എൻട്രി ബാരിയേഴ്സ്. ഇത്തരത്തിലുള്ളൊരു 5 പോയിൻ്റാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ് പറഞ്ഞത്. അതിൽ ഫസ്റ്റ് വൺ ആണ് കമ്പനിയുടെ സൈസ് ആൻഡ് റിസോഴ്സസ്. സ്മോൾ സൈസ്ഡ് കോർപ്പറേഷൻസ് ഹാവ് ലിമിറ്റഡ് മാർക്കറ്റ് സർവീസ് ഓപ്ഷൻസ് ആസ് ദേ ഹാവ് റെസ്ട്രിക്റ്റഡ് റിസോഴ്സസ് വിച്ച് മേ നോട്ട് പെർമിറ്റ് എനി ഡോർവേ. Establishing a wholly owned subsidiary requires substantial investment and involves high risk, which a small company cannot afford. Size of the company and its organizational resource influence choice in the selection of entry strategy to a relatively great extent. അതിൽ പറഞ്ഞത് കമ്പനിയുടെ സൈസും അതേപോലെ തന്നെ റിസോഴ്സസും നമ്മളെ എൻട്രി മോഡ് ചോയ്സ് ചെയ്യുന്നതിൽ ഏറ്റവും വലിയ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. കാരണം ഒരു സ്മോൾ സൈസ്ഡ് കോർപ്പറേഷൻ ആകുമ്പോൾ അവിടെ ലിമിറ്റഡ് മാർക്കറ്റ് സർവീസസും ഓപ്ഷൻസ് ഉണ്ടാവുകയുള്ളൂ. അതുപോലെ തന്നെ അവർക്ക് റെസ്ട്രിക്റ്റഡ് ആയിരിക്കും ചില ഏരിയാസിൽ. അതുപോലെ തന്നെ അവർക്ക് കുറച്ച് റിസോഴ്സസ് മതി. നേരെ മറിച്ച് ഒരു വലിയ ഓർഗനൈസേഷൻ ആകുമ്പോൾ അതിൻ്റെ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ്സും കാര്യങ്ങളും അതേപോലെ തന്നെ കമ്പനിയുടെ റിസോഴ്സും എല്ലാം കൂടും. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു സ്ട്രാറ്റജി ആയിരിക്കും നമ്മളവിടെ എൻട്രി മോഡിൽ സെലക്ട് ചെയ്യുന്നുണ്ടാവുക. രണ്ടാമത്തെ പോയിൻ്റാണ് റിസ്ക് ആറ്റിറ്റ്യൂഡ് ഓഫ് മാനേജ്മെൻറ്റ്. ദി പെർസെപ്ഷൻ ഓഫ് റിസ്ക് അസോസിയേറ്റഡ് വിത്ത് എ പെർട്ടിക്കുലർ മോഡ് ഓഫ് എൻട്രി മേ ഇൻഫ്ലുവൻസ് ഫേംസ് ഡിസിഷൻ സിഗ്നിഫിക്കൻ്റ്ലി. അതേപോലെ തന്നെ റിസ്ക് ഉള്ള മാനേജ്മെൻറ്റിൻ്റെ ഒരു ബിസിനസ്സിൽ റിസ്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ മാനേജ്മെൻറ്റ് എടുക്കുന്ന ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കും, ഡിസിഷൻസ് എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. റിസ്ക് ഇല്ലാത്തടത്ത് എടുക്കുന്നവർക്കും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു എൻട്രി സ്ട്രാറ്റജിയാണ് നമ്മൾ അവിടെ അഡോപ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഹോം കൺട്രി ഫാക്ടേഴ്സ്. The variables such as a production, market and environmental factors associated with a home country also influence the firm's alternative of entry mode. When the domestic market for the firm is small, the company is forced to go international and motivated to invest heavily to enter new market. അതായത് ഒരു ഹോം കൺട്രി, അതായത് ഡൊമസ്റ്റിക് മാർക്കറ്റിലുള്ള ഒരു ഫേം ആണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രൊഡക്ഷനും മാർക്കറ്റും എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സും എല്ലാം അതിനെ എഫക്റ്റ് ചെയ്യും. നേരെ മറിച്ച് അതൊരു ഇൻ്റർനാഷണൽ ബിസിനസ്സിലേക്ക് ഗ്രോ അപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മോട്ടിവേറ്റ് ചെയ്യാൻ അവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറയാം ഹെവിലി നമുക്ക് നല്ലൊരു രീതിയിലൊരു എമൗണ്ട് അവിടെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. എൻ്റെ ന്യൂ മാർക്കറ്റ് അതുപോലെ തന്നെ കൂടുതലായിട്ട് മോട്ടിവേറ്റ് ചെയ്യേണ്ടി വരും എന്നാണ് പറഞ്ഞത്. പിന്നെ മൂന്നാമത്തെ പോയിൻ്റാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി ഫോറിൻ നാഷണൽസ് ബിസിനസ് എൻവയോൺമെൻറ്റ്. General business regulations, intensity of a competition, taste and preference of consumers, buying patterns of consumers, business infrastructure and ancillary activities,
legislation and technological development are key variables that pursues a option of entry mode. അതായത് നമ്മുടെ ഹോം കൺട്രിയിലുള്ള ഒരു മാർക്കറ്റ് അതല്ലെങ്കിൽ ഒരു ബിസിനസ് ഇൻ്റർനാഷണൽ രീതിയിലേക്ക് മാറുകയാണ്. അപ്പോൾ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിലും ചേഞ്ചസ് ഉണ്ടാവാം. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആവില്ല വിദേശ രാജ്യത്ത് ഉണ്ടായിരിക്കാം. അപ്പോൾ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാവും. അതേപോലെ തന്നെ ഇൻറ്റൻസിറ്റി ഓഫ് കോമ്പറ്റീഷൻസ് ഉണ്ടാവും. ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്, അതായത് നമ്മുടെ നാട്ടിലുള്ള കൾച്ചറും ബിഹേവിയേഴ്സും ഒന്നും ആയിരിക്കില്ല അവിടുത്തെ ഹോം കൺട്രി, അതായത് വിദേശ രാജ്യത്ത് ഉണ്ടായിരിക്കാം. അപ്പോൾ അവിടുത്തെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് വേറെയാണ്, കൺസ്യൂമേഴ്സ് വേറെയാണ്, നമ്മുടെ പുതുതായിട്ടുള്ള ബൈയിങ് കൺസ്യൂമേഴ്സ് പാറ്റേൺസ് ഉണ്ടായിരിക്കും. ഇത്തരത്തിലുള്ള ഒരുപാട് വേരിയബിൾസ്, ഡെവലപ്മെൻറ്റ് ഓഫ് കീ വേരിയബിൾസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എൻട്രി മോഡ് ചോയ്സ് ചെയ്യുന്നത്. നാലാമത്തെ പോയിന്റാണ് മാർക്കറ്റ് ഗ്രോത്ത് റേറ്റ്. ഇഫ് എ മാർക്കറ്റ് പ്ലേസ് ഈസ് എ ബഡിങ് എ റാപ്പിഡ് പേസ്, the firm will be advised to capitalize this opportunity and use exporting, and if demand for a foreign goods is very large, then the company can also establish its own marketing subsidiary. അതായത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് എന്ന് പറയുന്നത് ഫോറിൻ ഗുഡ്സിനാണ്. അപ്പോൾ ഫോറിൻ ഗുഡ്സിന് പറഞ്ഞാൽ എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് വരുന്ന മാർക്കറ്റ് പ്ലേസിൽ ബെഡിങ് റാപ്പിഡ് പേസ് ആണ് ഉണ്ടാകുക. പെട്ടെന്നുള്ള ചേഞ്ചസ് ആണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ ക്യാപിറ്റലൈസ്ഡ് ഓപ്പർച്യൂണിറ്റി, അതായത് ക്യാപിറ്റലും ഇൻക്രീസ് ചെയ്യും, മാർക്കറ്റിൻ്റെ ഗ്രോത്ത് റേറ്റ് ഇൻക്രീസ് ചെയ്യും. അത്തരത്തിലുള്ള ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. പിന്നെ പറഞ്ഞത് ലാസ്റ്റ് പോയിന്റ് എൻട്രി ബാരിയേഴ്സ്. There are several types of market barriers that make it tricky for overseas company to enter home market. These barriers includes tariff barriers, distribution access, governmental regulations, exit barriers, etc. അതായത് നമ്മളൊരു പുതിയൊരു മാർക്കറ്റിലേക്ക് എൻട്രി ചെയ്യുന്ന സമയത്ത് എൻട്രി ബാരിയേഴ്സ് ഉണ്ടാകും, അതേപോലെ എക്സിറ്റ് ബാരിയേഴ്സ് ഉണ്ടാകും. അവിടുത്തെ താരിഫ്, അതേപോലെ തന്നെ ഗവൺമെൻറ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അങ്ങനെ ഒരുപാടുള്ള ഓൾട്ടർനേറ്റീവ് മോഡ്സ് ഉണ്ടായിരിക്കും, ബിസിനസ്സിലുണ്ടായിരിക്കും എന്ന് പറഞ്ഞു. ഇത്തരത്തിലുള്ള ഫാക്ടേഴ്സൊക്കെയാണ് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, എൻട്രി മോഡിൽ ചോയ്സ് ചെയ്യുമ്പോഴുള്ള ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞത്. ഓക്കെ, ലാസ്റ്റ് ടോപ്പിക്കാണ് ഇനി പറയാൻ പോകുന്നത്, എൻട്രി സ്ട്രാറ്റജി അനാലിസിസ്. അതിലും ഇതുപോലെ ഒരു 5 പോയിന്റ് പറയാനുണ്ട്. എക്സ്പെക്റ്റഡ് സെയിൽസ്, കോസ്റ്റ്, ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ അസറ്റ്സ്, പ്രോഫിറ്റബിലിറ്റി, അതേപോലെ തന്നെ റിസ്ക് ഫാക്ടേഴ്സ്. ഫസ്റ്റ് വണ്ണാണ് എക്സ്പെക്റ്റഡ് സെയിൽസ്. എൻ അക്യുറേറ്റ് എസ്റ്റിമേറ്റ് ഓഫ് സെയിൽസ് വോളിയം ഈസ് എ ക്രൂഷ്യൽ ടു ദി എൻട്രി സ്ട്രാറ്റജി ഡിസിഷൻ. സെയിൽസ് ഡിപ്പെൻഡ് ഓൺ ദി കമ്പനീസ് മാർക്കറ്റ് ഷെയർ ആൻഡ് ദി ടോട്ടൽ പൊട്ടൻഷ്യൽ സൈസ് ഓഫ് ദി മാർക്കറ്റ്, particularly in a market with considerable growth potential. It becomes essential to forecast sales over a longer period of time. A low expected volume right now may indicate little success of a new entry strategy, since it is often impossible to shift quickly to another entry mode. Once firms is established, special attention has to be focused on the need to ensure that the chosen entry strategy offers a long-term opportunity to maximize profit. അതായത് നമ്മളൊരു പുതിയതായിട്ട് ഒരു ബിസിനസ്സിലേക്ക് അല്ലെങ്കിൽ എൻട്രി മോഡ് ചൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു എക്സ്പെക്റ്റഡ് സെയിൽസ് ഉണ്ടായിരിക്കും. ആ എക്സ്പെക്റ്റഡ് സെയിൽസ് ആയിരിക്കണം നമുക്ക് ആ കമ്പനി മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നുണ്ടാവുക. കാരണം എന്താ വെച്ചാൽ ചിലപ്പോൾ ചില ഫാക്ടേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മുടെ ലോ എക്സ്പെക്റ്റഡ് വോളിയം റേറ്റും കിട്ടാം, ചിലപ്പോൾ ഹൈ ലിറ്റിൽ സക്സസ് ആവാം എൻട്രി സ്ട്രാറ്റജിയിൽ. അപ്പോൾ നമ്മളൊരു എൻട്രി സ്ട്രാറ്റജി സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇത്രയും ഫാക്ടേഴ്സ്, ഇത്രയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അനലൈസ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. പ്രത്യേകിച്ച് നമ്മുടെ സെയിൽസും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അനലൈസ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ എന്തെങ്കിലും എൻട്രി മോഡ് ചൂസ് ചെയ്യാൻ. അപ്പോഴേ നമുക്ക് നമ്മുടെ മാക്സിമം ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, അതേപോലെ തന്നെ മാക്സിമം പ്രോഫിറ്റിൽ എത്താൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. രണ്ടാമത്തെ പോയിന്റാണ് പറയുന്നത് കോസ്റ്റും ഇതേപോലെ തന്നെയാണ്. നമ്മൾ ഇൻ്റർനാഷണൽ ബിസിനസ്സിലേക്ക് എൻട്രി ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഡിറ്റർമൈൻഡ് കോസ്റ്റ് ഉണ്ടായിരിക്കും. ഒരു കേസ് പറയുകയാണെങ്കിൽ നമുക്ക് വേരിയബിൾ കോസ്റ്റും ഫിക്സഡ് കോസ്റ്റും ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാവും. ആ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് വേരിയബിൾ കോസ്റ്റ് എപ്പോഴും വേരി ചെയ്തുകൊണ്ടിരിക്കും എന്നാണ് പറഞ്ഞത്. നേരെ മറിച്ച് നമുക്ക് എന്താണ് ഫിക്സഡ് കോസ്റ്റ് ഫിക്സഡ് ആയിരിക്കും. അതേപോലെ തന്നെ നമ്മൾ ഇൻ്റർനാഷണൽ ബിസിനസ്സിലേക്ക് എൻട്രി ചെയ്യുന്ന സമയത്തുള്ള നമ്മുടെ കോസ്റ്റും, നമ്മുടെ ഒരു
അതായത് നമ്മുടെ ഒരു ബ്രാഞ്ച് ഓപ്പൺ ചെയ്തത് നമ്മൾ ഒരു സ്ഥലത്താണ്, പക്ഷെ ആ ലൊക്കേഷനിൽ വരുന്ന കാര്യങ്ങളായിരിക്കില്ല വേറൊരു ലൊക്കേഷനിൽ പുതിയ ബ്രാൻഡ് ഓപ്പൺ ചെയ്യുമ്പോൾ ഉണ്ടായിരിക്കുക. അതായത് അവിടെ ഉണ്ടാവുന്ന കോസ്റ്റ് നമുക്ക് വേരി ചെയ്തുകൊണ്ടിരിക്കും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഉണ്ടാവുന്ന ഫാക്ടേഴ്സ്, എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്, അതേപോലെ തന്നെ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്, പൊളിറ്റിക്കൽ നോളേജ്, ലീഗൽ നേച്ചേഴ്സും, ഇത്രയും കാര്യങ്ങൾ കൊണ്ട് നമ്മൾ കോസ്റ്റ് എപ്പോഴും വേരി ചെയ്തുകൊണ്ടിരിക്കും. അതിൻ്റെ കാര്യത്തിൽ നമുക്ക് നല്ല രീതിയിൽ അനലൈസിസ് ചെയ്തതിന് ശേഷം മാത്രമാണ് അവിടെ നമ്മൾ എൻട്രി മോഡ് ചോയ്സ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇൻ്റർനാഷണൽ ബിസിനസ്സിലേക്ക് എൻട്രി ചെയ്യുന്ന സമയത്ത് നമുക്ക് വരുന്ന കോസ്റ്റും എക്സ്പെക്റ്റ് ചെയ്ത പോലെ ആയിരിക്കില്ല എന്നാണ് പറഞ്ഞത്. അതേപോലെ തന്നെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ അസറ്റ്സ്. അതായത് അസറ്റിൻ്റെ കാര്യത്തിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഏതൊക്കെ രീതിയിലാണ് നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് പ്രോഫിറ്റബിലിറ്റി എത്താൻ വേണ്ടിയിട്ട് ഏത് എൻട്രി സ്ട്രാറ്റജിയാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ദി അസറ്റ് മേ കൺസിസ്റ്റ് ഓഫ് എനി ഇൻവെസ്റ്റ്മെൻറ്റ് മെയ്ഡ് ഓൺ എ കൺജക്ഷൻ വിത്ത് എൻ എൻട്രി ഇൻ ടു ദി ന്യൂ മാർക്കറ്റ്. ന്യൂ മാർക്കറ്റിലേക്ക് എൻട്രി ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കൺജക്ഷൻസ് എന്തൊക്കെയാണ്, അതൊക്കെ ചിലപ്പോൾ നമ്മൾ സച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ ആവാം, ചിലപ്പോൾ നമുക്ക് അക്കൗണ്ട്സ് റിസീവബിൾ ആവാം, ഇൻവെൻട്രി ആവാം, ഇൻക്ലൂഡ്സ് ഫിക്സ്ഡ് അസറ്റ്. ഇതൊക്കെ നമ്മൾ ഫിക്സ്ഡ് അസറ്റിൽ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഫിക്സ്ഡ് അസറ്റിൽ കൂട്ടിയിട്ടുണ്ട്. ഡിപ്പെൻഡിങ് ഓൺ ദി പെർട്ടിക്കുലർ എൻട്രി സ്ട്രാറ്റജി ചൂസൺ. ഇതിനൊക്കെ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ ഈ ഫിക്സ്ഡ് അസറ്റിനൊക്കെ ആശ്രയിച്ചിട്ട് ഏത് എൻട്രി മോഡാണ് നമ്മളവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്നും കൂടി നോക്കണം. അടുത്തതാണ് പ്രോഫിറ്റബിലിറ്റി. A company should maximize the future stream of earnings discount at the cost of capital. Some companies may prefer return on investment as a more appropriate measurement of a profitability. In either case, profitability is depend on the level of assets, cost and sales. Several exogenous risk factors influence profitability and therefore must be included in the analysis. ചില കമ്പനികൾ യൂസ് ചെയ്യുന്നുണ്ടാവുക മാക്സിമം ഫ്യൂച്ചർ സ്ട്രീംസിന് വേണ്ടി ഏണിംഗ് ഡിസ്കൗണ്ട് അറ്റ് ദി കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആയിരിക്കാം. ചില കമ്പനീസിന് ഏറ്റവും നന്നായിട്ട് തോന്നുക റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻ്റ് ആവാം. ഇതിൽ ഏതിരുന്നാലും രണ്ടും നല്ലതൊക്കെ തന്നെയാണ്. പക്ഷെ എന്നിരുന്നാലും ഈ പ്രോഫിറ്റബിലിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ചില ഫാക്ടേഴ്സ് ഉണ്ട്. അതായത് അസറ്റ്, കോസ്റ്റ് ആൻഡ് സെയിൽസ്. അത് കൂടാതെ നമുക്ക് സെവറൽ എക്സോജീനിയസ് റിസ്ക് ഫാക്ടേഴ്സ്, നമ്മൾ കാണാതെ പോകുന്ന ചില റിസ്ക് ഫാക്ടേഴ്സ് കൂടിയുണ്ട്. അതും കൂടി നമ്മളെ പ്രോഫിറ്റിനെ ഇവിടെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ചിലവർ നമ്മൾ പ്രോഫിറ്റബിലിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഏണിങ്സ് ഡിസ്കൗണ്ട് അറ്റ് ദി കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ യൂസ് ചെയ്യും. ചില കമ്പനീസ് അതിനേക്കാൾ നന്നായിട്ട് തോന്നുന്ന റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്ന് തോന്നിയിട്ട് അത് യൂസ് ചെയ്യും. പക്ഷേ ഇതിനൊക്കെ കോമൺ ആയിട്ട് ചില ഫാക്ടേഴ്സ് ഉണ്ട്, അതായത് കോസ്റ്റും സെയിൽസും അതൊക്കെ. പക്ഷേ ഇതിനെ കൂടാതെ നമ്മൾ കാണാതെ പോകുന്ന എക്സോജീനിയസ് റിസ്ക് ഫാക്ടേഴ്സും കൂടി ഉണ്ട്. അതും കൂടി ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ട് അനാലിസിസ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. അടുത്ത ലാസ്റ്റ് പോയിന്റ് ആണ് പറയുന്നത് റിസ്ക് ഫാക്ടേഴ്സ്. ഈച്ച് കൺട്രി ഹോസ്റ്റിംഗ് എ ഫോറിൻ സബ്സിഡിയറി may take action a political, economic or regulatory nature that can completely devastate any carefully drawn up business plan. Political turmoil in many parts of the world have greatly affected business and investment conditions. അതായത് ഫോറിൻ സബ്സിഡറി ഹോസ്റ്റ് ചെയ്യുന്ന ഓരോ രാജ്യവും ശ്രദ്ധാപൂർവമായിരിക്കും എന്തെങ്കിലും ബിസിനസ് പ്ലാനർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവുക. ആ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സമയത്ത് അതിനെ നശിപ്പിക്കുന്ന ചില പൊളിറ്റിക്കലും എക്കണോമിക്കൽ ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും. അതിനെയൊക്കെയാണ് നമ്മൾ റിസ്ക് ഫാക്ടേഴ്സ് ആയിട്ട് പറയുന്നത്. ഇത്രയാണ് ഇന്ന് ഞാൻ ഇവിടെ എടുത്ത ടോപ്പിക്ക്. ഓക്കെ, മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു ഓൾ.